ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വീണ്ടും വരുന്നവനായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അതിശ്രേഷ്ഠമായ നാമത്തിൽ ബ്രൈഡ് ഓഫ് ക്രൈസ്റ്റ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് ശ്രോതാക്കളെ നിങ്ങളെവരെയും വീണ്ടും സ്വാഗതം ചെയ്ത് സന്തോഷമുണ്ട്. ആർ ദി ഫൗണ്ടേഷൻസ് ഓഫ് ഇസ്ലാം ഫാക്ച്വൽ, അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ അടിസ്ഥാനങ്ങൾ വസ്തുതാപരമോ എന്ന വിഷയത്തിൽ രണ്ടാമത്തെ എപ്പിസോഡായിട്ടാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിലായിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം നാം അടിസ്ഥാനപരമായിട്ട് ചില കാര്യങ്ങൾ ചിന്തിക്കുകയുണ്ടായിരുന്നു. ഈ ഹ്രസ്വ വീഡിയോയുടെ ലക്ഷ്യം എന്താണെന്ന്, ഇതിൻ്റെ മിഷൻ എന്താണെന്നതിനെ കുറിച്ചുകൊണ്ട് വളരെ വ്യക്തമായിട്ട് ഞാൻ കഴിഞ്ഞ ദിവസം പറയുണ്ടായിരുന്നു. ദൈവം കൃപ ചെയ്താൽ എല്ലാ എപ്പിസോഡിലും അത് റിപ്പീറ്റും ചെയ്യുന്നതായിരിക്കും. മിഷൻ ഓഫ് ദി സീരീസ് ഓഫ് ഷോർട്ട് വീഡിയോസ് ആർ ടു എക്യുപ്പ് ദ ക്രിസ്ത്യൻ ബിലീവേഴ്സ് to define their faith as well as to block the wrong notions of faith. തെറ്റായ വിശ്വാസ ധാരണകളെ തടയുന്നതോടൊപ്പം ക്രിസ്ത്യൻ വിശ്വാസികളെ അവരുടെ വിശ്വാസം സംരക്ഷിക്കാൻ സജ്ജരാക്കുക എന്നതാണ് ഈ ഹ്രസ്വ വീഡിയോ പരമ്പരയുടെ ലക്ഷ്യം. അതുകൊണ്ട് ഇത് സ്പെസിഫിക്കായിട്ട് പറയാൻ കാരണം ആരെയും വ്യക്തിപരമായിട്ടോ മതപരമായിട്ടോ വ്രണപ്പെടുത്തുവാനോ അല്ല, സത്യം പുറത്തു കൊണ്ടുവരിക, ക്രിസ്ത്യൻ വിശ്വാസികളെ അവരുടെ വിശ്വാസത്തിൽ നിലനിർത്തുക. കാരണം അതിനെതിരായിട്ടുള്ള പല ചോദ്യങ്ങളും പല ഉപായ മാർഗങ്ങളും ഇന്ന് ലോകമെമ്പാടും വളരെ ശക്തമായിട്ട് വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് കഴിഞ്ഞ വീഡിയോയിൽ എൻ്റെ ഡീറ്റെയിൽസ് ആയിട്ട് പറയുണ്ടായിരുന്നു. അപ്പോൾ പലപ്പോഴും ടെക്സ്ചറൽ ക്രിറ്റിസിസം അല്ലെങ്കിൽ സോഴ്സ് ക്രിറ്റിസിസവുമായിട്ടുമാണ് ഏറ്റവും കൂടുതൽ, അല്ലെങ്കിൽ റിഡക്ഷൻ ക്രിറ്റിസിസവുമായിട്ടുമാണ് ഏറ്റവും കൂടുതലായിട്ട് പ്രത്യേകിച്ചും ഈ മുസ്ലിം സമുദായത്തിലുള്ളവർ ക്രിസ്ത്യ സമുദായത്തിലുള്ളവരെ അറ്റാക്ക് ചെയ്യുന്നതും അവരുടെ പരിജ്ഞാനക്കുറവുണ്ടെങ്കിൽ ദൈവവചനത്തിലുള്ള പരിജ്ഞാനക്കുറവിനെ മുതലെടുത്തുകൊണ്ട് പലപ്പോഴും അവരുടെ വിശ്വാസത്തെ ഉലച്ചു കളയുവാനും കഴിയുമെങ്കിൽ അവരെ ഇസ്ലാം സമുദായത്തിലേക്ക് കൺവേർട്ട് ചെയ്യാൻ ശ്രമിക്കുന്നത്. ആദ്യമേ ഞാൻ പറയട്ടെ, ഇന്ന് ലോകത്തിൽ കാണുന്ന ഒരു ഫിസിക്കൽ മതങ്ങൾക്കും ഒരു മനുഷ്യനെയും രക്ഷിക്കുവാൻ സാധ്യമല്ല. ഒരു മനുഷ്യൻ രക്ഷിക്കപ്പെടുന്നത് എങ്ങനെയാണ്, അല്ലെങ്കിൽ ആദാമിൻ്റെ പാപത്തിൽ നിന്നും അതിൻ്റെ ശിക്ഷകളിൽ നിന്ന് രക്ഷിക്കപ്പെടുന്നത് എങ്ങനെയാണെന്നതിനെക്കുറിച്ച് ഞാൻ ഒന്നാമത്തെ എപ്പിസോഡ് വളരെ വ്യക്തമായിട്ട് വിശദീകരിക്കുകയുണ്ടായിരുന്നു. നൺ ഓഫ് ദ റിലീജിയൻ ഇൻ ദിസ് വേൾഡ് ക്യാൻ സേവ് എ മാൻ ബട്ട് ഓൺലി ക്രൈസ്റ്റ് ത്രൂ ഹിസ് അറ്റോൺമെൻറ്റ്. അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വിശദീകരണം കഴിഞ്ഞ എപ്പിസോഡിൽ കൊടുത്തിട്ടുള്ളത് കൊണ്ട് ഞങ്ങൾ പോയിട്ട് ആഗ്രഹിക്കുന്നില്ല. ഇന്ന് ആ വിഷയത്തിൽ ചിന്തിക്കാനുള്ള വിഷയമാണ് ഒരു സെക്കൻഡ് ക്വസ്റ്റ്യൻ: ഡിഡ് ജീസസ് ക്ലെയിം ഹിംസെൽഫ് ആസ് ഗാഡ്? കഴിഞ്ഞ ദിവസം നാം ചിന്തിച്ചത് മറ്റൊരു സബ്ജക്റ്റായിരുന്നു. ഇന്ന് നമുക്ക് രണ്ടാമത്തെ ഒരു ക്വസ്റ്റ്യനായിട്ട് ചിന്തിക്കാനുള്ളതാണത്. ഹല്ലേലൂയ. അവന് ആദ്യമായിട്ട് കുറച്ച് പ്രൊഫറ്റിക്കലായിട്ടുള്ള പ്രൂഫ്, അതായത് പ്രൊഫറ്റിക്കൽ ബുക്കുകളിൽ, ബൈബിളിൻ്റെ പഴയ നിയമ പുസ്തകങ്ങളിൽ പ്രൊഫസികളായിട്ട് പറഞ്ഞിരിക്കുന്ന യേശുവിൻ്റെ ഡിവൈൻ നേച്ചറിനെ, ദൈവത്വത്തെ പ്രൊഫസികളായിട്ട് പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങളാണ് ആദ്യം ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത്. യെശയ്യാ പ്രവാചകൻ തന്നെ തൻ്റെ 9-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യത്തിൽ, ഞാൻ മലയാളത്തിൽ വായിക്കുന്നു, നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ വായിക്കാൻ സാധിക്കുന്നവർക്ക് നേരിട്ട് വായിക്കാവുന്നതാണ്. സമയക്കുറവിന് വേണ്ടി ഞാൻ 2 ലാംഗ്വേജും എല്ലായിടത്തും വായിക്കുന്നില്ല. നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവൻ്റെ തോളിലിരിക്കും, അവന് അത്ഭുത മന്ത്രി, വീരനാം ദൈവം, മൈറ്റി ഗോഡ് എന്ന വേർഡാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നിത്യപിതാവ്, സമാധാന പ്രഭു എന്ന് പേർ വിളിക്കപ്പെടും. യെശയ്യാവിൻ്റെ തന്നെ 7-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, അതുകൊണ്ട് കർത്താവ് തന്നെ നിങ്ങൾക്കൊരു അടയാളം തരും, കന്യ ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും, അവന് ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കപ്പെടും. അതേ കാര്യം തന്നെ മത്തായി സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 22-ാം വാക്യം ഇംഗ്ലീഷിലും 23-ാം വാക്യമായിട്ടാണ് മലയാളത്തിൽ വരുന്നത്. കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും, അവന് ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ. അപ്പോൾ ഇമ്മാനുവേൽ എന്ന വാക്കിൻ്റെ അർത്ഥം ദൈവം നമ്മോടുകൂടെ. അപ്പോൾ 2 പ്രവചനങ്ങൾ യെശയ്യാവിൽ തന്നെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നു. ആമേൻ, സ്തോത്രം. ബെത്ലഹേം, മീഖാ പ്രവചനത്തിൻ്റെ 5-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യം, അവൻ്റെ ഉത്ഭവം പണ്ടേ, ബെത്ലഹേമിൽ ജനിക്കുന്നവൻ്റെ ഉത്ഭവം പണ്ടേ ഉള്ളതും പുരാതനമായതെന്ന് പറയുമ്പോൾ, ബെത്ലഹേമിൽ ജനിച്ചവനായ നസ്രായനായ യേശു ദൈവം എന്ന്
യെശയ്യാപ്രവാചകൻ്റെ 2 പ്രവചനത്തിൽ കൂടെ വളരെ വ്യക്തമാക്കുന്നു. അടുത്തൊരു കാര്യം നമുക്ക് ചിന്തിക്കാനുള്ളത്, പ്രവചന പുസ്തകങ്ങളിലെ സങ്കീർത്തനങ്ങളിൽ തന്നെ 110 സങ്കീർത്തനത്തിൽ ദാവീദ് പ്രവചിച്ചിരിക്കുന്നത്, യഹോവ എൻ്റെ കർത്താവിനോട് അരുളി ചെയ്തത്, ഞാൻ നിൻ്റെ ശത്രുക്കളെ നിൻ്റെ പാദപീഠമാക്കണം, നീ എൻ്റെ വലത്തുഭാഗത്തിരിക്കുക. യഹോവ എൻ്റെ കർത്താവിനോട്, ലോർഡ് എന്ന വാക്കാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിനെ തന്നെ മത്തായി സുവിശേഷം 22-ാം അധ്യായത്തിൽ യേശു ക്രിസ്തു തന്നെ എടുത്ത് ഒരു ക്വസ്റ്റ്യൻ പാർസികളോട് അല്ലെങ്കിൽ തന്നോട് ക്വസ്റ്റ്യൻ ചെയ്ത വന്ന ചിലരോട് ചോദിക്കുകയുണ്ടായിരുന്നു. അവൻ അവരോട്, എന്നാൽ ദാവീദ് ആത്മാവിൽ അവനെ കർത്താവ് എന്ന് വിളിക്കുന്നത് എങ്ങനെ? ദാവീദിൻ്റെ പുത്രൻ എന്ന് ചോദിക്കുമ്പോൾ കർത്താവ് എങ്ങനെ വിളിക്കുന്നു? ഞാൻ നിൻ്റെ ശത്രുക്കൾ നിൻ്റെ പാദപീഠമാക്കോളം എൻ്റെ വലത്തുഭാഗത്തിരിക്കുക എന്ന കർത്താവ് എൻ്റെ കർത്താവിനോട് അരുളിച്ചെന്നു എന്ന് അവൻ പറഞ്ഞുവല്ലോ. ദാവീദ് അവനെ കർത്താവ് എന്ന് പറയുന്നുവെങ്കിൽ അവൻ്റെ പുത്രൻ ആകുന്നത് എങ്ങനെ? ഇതെല്ലാം വളരെ വ്യക്തമായിട്ട് അറിയുന്നൊരു കാര്യങ്ങളാണ്. അടുത്തൊരു കാര്യം, സങ്കീർത്തനം 90 സങ്കീർത്തനത്തിൻ്റെ 2-ാം വാക്യം, പർവ്വതങ്ങൾ ഉണ്ടായതിനു മുമ്പേ നീ ഭൂമിയെയും ഭൂമണ്ഡലത്തിൽ നിർമ്മിച്ചതിനു മുമ്പേ നീ അനാദിയായും ശാശ്വതമായും ദൈവമാകുന്നു. അനേക വാക്യങ്ങൾ സൃഷ്ടിപ്പിലുള്ള യേശുക്രിസ്തുവിൻ്റെ പങ്കാളിത്തം എന്താണെന്ന് വളരെ വ്യക്തമാക്കുന്ന വാക്യങ്ങളുണ്ട്. അതിനൊക്കെയും ആസ്പദമാക്കിയാണ് ഞാൻ ഈ വാക്യം ഗ്രഹിക്കൊള്ളുന്നത്. അടുത്തത് സങ്കീർത്തനത്തെ 45-ാം സങ്കീർത്തനത്തിൻ്റെ 6-ാം വാക്യവും അതിന് എബ്രായ ലേഖനത്തിൽ 1-ാം അധ്യായത്തിന് 8-ാം വാക്യം കൂടി ചേർത്ത് വായിക്കുകയാണെങ്കിൽ, ദൈവമേ നിൻ്റെ സിംഹാസനം എന്നും എന്നേക്കുമുള്ളതുമാകുന്നു, നിൻ്റെ രാജ്യത്തിൻ്റെ ചെങ്കോൽ നീതിയുള്ള ചെങ്കോൽ. അതിന് എടുത്ത് എബ്രായ ലേഖനത്തിൽ വളരെ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിരിക്കുന്നത്, ദൈവമേ നിൻ്റെ സിംഹാസനം എന്നും എന്നേക്കുമുള്ളത്, നിൻ്റെ രാജ്യത്തിൻ്റെ ചെങ്കോൽ നീതിയുള്ള ചെങ്കോൽ എന്ന് എടുത്തു ദൈവമോ എന്ന് പറഞ്ഞുകൊണ്ട് പറയുകയാണ്. അപ്പോൾ അവനെ അവിടെ നെയിം ചെയ്തിരിക്കുന്നത് ഗാഡ് എന്നാണ്. സ്തോത്രം. അടുത്തത് യോഹന്നാനീതി ലേഖനത്തിന് 5-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യത്തിൽ, ദൈവപുത്രൻ വന്നുവെന്നും സത്യദൈവത്തെ അറിയുവാൻ നമുക്ക് വിവേകം തന്നുവെന്നും നാം അറിയുന്നു. നാം സത്യദൈവത്തിൽ അവൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിൽ തന്നെ, സ്പെസിഫിക്കായിട്ട് പറയുകയാണ്, സത്യദൈവത്തിൽ അവൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിൽ തന്നെ ആകുന്നു. അവൻ സത്യദൈവവും നിത്യജീവനുമാകുന്നു. ഇത്രയും വാക്യങ്ങൾ ഉള്ളപ്പോൾ ഇതെല്ലാം പ്രൊഫറ്റിക്കലായിട്ട് പറഞ്ഞിട്ടിരിക്കുന്ന വാക്യങ്ങളാണ്. ഇനി അടുത്തൊരു കാര്യം വരാൻ പോകുന്നത്, ക്വസ്റ്റ്യൻ ഇതാണ്, ഇത്രയും പ്രൊഫറ്റിക്കലായിട്ടുള്ള വാക്യങ്ങൾ ബൈബിൾ ഓൾഡ് ടെസ്റ്റ്മെൻറ്റിൽ, ന്യൂ ടെസ്റ്റ്മെൻറ്റിൽ ഇനി അനേകമുണ്ട്, ഞാൻ കുറച്ച് മാത്രമേ എടുത്തുള്ളൂ, ഇരിക്കുമ്പോൾ ക്വസ്റ്റ്യൻ ഇതുകൊണ്ടാണ്, ടെക്സ്റ്റുവൽ ക്രിറ്റിസിസമായിട്ട് വരുന്നതാണ്, ഡിഡ് ജീസസ് ക്ലെയിം ഹിംസെൽഫ് ആസ് ഗോഡ്? യേശു ദൈവമെന്ന് എവിടെയെങ്കിലും സ്വയമായിട്ട് ക്ലെയിം ചെയ്തിട്ടുണ്ടോ? അപ്പോൾ ഇതിനെ നമുക്ക് പഠിക്കണമെങ്കിൽ ഈ പദം എവിടെ ഉപയോഗിച്ച് തുടങ്ങിയെന്ന് ആദ്യം പഠിക്കണം. മോശയ്ക്ക് ദൈവം മുൾപ്പടപ്പിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ, ഞാൻ ഇസ്രായേൽ മക്കളുടെ അടുത്ത് നിങ്ങളുടെ ദൈവമായ അബ്രാഹാമിൻ്റെ ഇസ്ഹാക്കിന് യാക്കോബിൻ്റെ ദൈവമായ യഹോവ വെളിപ്പെട്ട് വന്നിരിക്കുന്നു എന്ന് അവർ ചെന്ന് ചോദിച്ചാൽ, അവൻ്റെ പേരെന്തെന്ന് ചോദിച്ചാൽ ഞാൻ എന്തു പറയുമെന്നതിന് ഉത്തരമായിട്ട് ദൈവം അവിടെ പറയുന്നത്, ഞാൻ മലയാളത്തിൽ വായിക്കുന്നു, ഇംഗ്ലീഷും കൂടെ ജയിക്കാം. ഇംഗ്ലീഷിൽ ആദ്യം വായിക്കാം. ആൻഡ് ഗാഡ് സെഡ് ടു മോസസ്, ഐ ആം ഹു ഐ ആം. ആൻഡ് ഹി സെഡ്, thus you shall say to the sons of Israel, I am as sent to me, send me to you. And God furthermore said to Moses, thus you shall say to the sons of Israel, Yahweh. വളരെ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിരിക്കുകയാണ്, യാഹ്വേ, ദ ഗോഡ് ഓഫ് യുവർ ഫാദേഴ്സ്, ദ ഗോഡ് ഓഫ് അബ്രഹാം, ദ ഗോഡ് ഓഫ് ഐസാക്ക്, ദ ഗോഡ് ഓഫ് ജേക്കബ്, ഹാസ് സെൻറ്റ് മീ ടു യു. ദിസ് ഈസ് മൈ നെയിം ഫോർ എവർ. ശ്രദ്ധിക്കണം ഈ ഒരു വാക്യം, ദിസ് ഈസ് മൈ നെയിം ഫോർ എവർ ആൻഡ് ദിസ് ഈസ് മൈ മെമ്മോറിയൽ നെയിം ഫ്രം ജനറേഷൻസ് ടു ജനറേഷൻസ്. ലിഗാസി സ്റ്റാൻഡേർഡ് ബൈബിളിലാണ് അത് വളരെ സ്പെസിഫിക് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ യാഹ്വേ എന്ന വാക്കിൻ്റെ ഇംഗ്ലീഷ് അർത്ഥമാണ് ഐ ആം. ഈ ഒരു പദം യേശു ക്രിസ്തു അനേക സ്ഥലങ്ങളിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഞാൻ മലയാളത്തിൽ ട്രാൻസ്ലേഷൻ വായിക്കുകയാണ്. അതിന് ദൈവം മോശയോട്, ഞാനാകുന്നു എന്നുള്ളവൻ എന്നെ നിങ്ങളുടെ അടുക്കൽ അയച്ചിരിക്കുന്നു എന്നിങ്ങനെ നീ ഇസ്രായേൽ മക്കളോട് പറയണം എന്ന് കൽപ്പിച്ചു. ദൈവം പിന്നെയും മോശയോട് അരുളി ചെയ്തത്, നീ ഇസ്രായേൽ മക്കളോട് ഇപ്രകാരം പറയണം, അബ്രാഹാമിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും യാക്കോബിൻ്റെ ദൈവമായി നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായി യഹോവ. അവിടെ യഹോവ എന്ന് വാക്ക് ഉപയോഗിച്ചിരിക്കുന്നു. അത് ഞാൻ എന്തുകൊണ്ടാണെന്ന് ഞാൻ പറയാം. എന്നെ നിങ്ങളുടെ അടുക്കൽ അയച്ചിരിക്കുന്നു, ഇത് എന്നേക്കും എൻ്റെ നാമം തലമുറയായി എൻ്റെ ജ്ഞാപകമാകുന്നു. അപ്പോൾ എന്നേക്കും ഉപയോഗിക്കാൻ തൻ്റെ സ്പെസിഫിക് ആയിരിക്കുന്ന നാമം
അവിടെ കൊടുത്തിരിക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഈ പേരൊന്ന് മാറ്റിയതിനെ കുറിച്ച് അല്പമായിട്ട് നാം ചിന്തിക്കുക. ദ നെയിം ഓഫ് യാഹ്വേ വാസ് ചേഞ്ച് ടു ലോർഡ്, ക്യാപിറ്റൽ ലെറ്ററിൽ LORD എന്ന് നമ്മൾ പഴയ നിയമത്തിൽ വായിക്കുന്നിടത്ത് മിക്കയിടം കാണാൻ സാധിക്കും. ഇൻ മോസ്റ്റ് ട്രാൻസ്ലേഷൻസ് ബിക്കോസ് ആൻഷ്യന്റ് ജ്യൂസ് ഡെവലപ്ഡ് എ ട്രഡീഷൻ ഓഫ് not pronouncing the divine names out of reverence and a concern for violating the commandment not to take the Lord's name in vain. നിന്റെ ദൈവമായ യഹോവയുടെ നാമം വ്യർത്ഥ എടുക്കരുത്. ഇൻസ്റ്റഡ്, അതായത് അത്രമാത്രം ഭയഭക്തിയോടുകൂടി യഹൂദന്മാർ ഇന്നും ആ നാമം മുഴുവൻ എടുക്കില്ല, അവരെഴുതുമ്പോൾ എഴുതുകയില്ല. അതിന് പകരം എന്ത് ചെയ്യും? ഇൻസ്റ്റഡ് സെയിങ് യാഹ്വേ ദേ വുഡ് റീഡ് അഡോണൈ. When they encountered the 4 letters in Hebrew, Yahweh, this practice was carried over into translations such as the Greek Septuagint and later in English versions where both Yahweh and Adonai were rendered to Lord. അവിടെ ഗ്രീക്കിലാണെങ്കിൽ ക്യാപിറ്റൽ എല്ലും ORD എന്നുള്ള സ്മോൾ ലെറ്റേഴ്സാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിൻ്റെ പ്രത്യേക കാര്യങ്ങളോട് ഞാൻ പറഞ്ഞുതരാം. ഇത് വായിക്കുമ്പോൾ ഇറ്റ് വാസ് റീപ്ലേസ്ഡ് വിത്ത് അതർ ടൈറ്റിൽസ് ബിക്കോസ് ഇറ്റ് വാസ് നോട്ട് സപ്പോസ് ടു ബി പ്രൊനൗൺസ്ഡ്. യാഹ്വേ എന്ന നാമം അവർ വ്യർത്ഥാവായിട്ട് എടുക്കുകയില്ല, കൽപ്പന അനുസരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്തു വന്നത്. വെൻ ദ ഹീബ്രു ബൈബിൾ ഈസ് ട്രാൻസ്ലേറ്റ് റീഡ് ആൻഡ് ദ വേർഡ് യാഹ്വേ അപ്പിയേഴ്സ്, ഇറ്റ് ഈസ് പ്രൊനൗൺസ്ഡ് ആസ് അഡോണായി or Lord or as Elohim, both of which use the majestic plural. നാം അല്ലെങ്കിൽ എന്ന് നമ്മുടെ എന്ന് ഉപയോഗിക്കുന്നത് പോലെ അങ്ങനെയായിട്ട് പ്ലൂറലായിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. In the Septuagint and in quotations of the Old Testament in the New Testament, the tetragrammaton is uniformly replaced with the Greek word kurios, that means Lord, which is the word also used to refer to Jesus. അപ്പോൾ യാഹ്വേ എന്ന വാക്ക് ട്രാൻസ്ലേഷനിലേക്ക് സെപ്ച്വാജിൻ്റിലേക്ക് ഗ്രീക്കിലുള്ള ഹീബ്രു ട്രാൻസ്ലേഷൻ പറയുന്നതാണ് സെപ്ച്വാജിൻ്റ് എന്ന് പറയുന്നത്. അതിലെടുത്തിട്ട് ക്യൂരിയോസ് എന്ന വാക്ക് ആരെ റെഫർ ചെയ്യുന്നതാണ്? യേശു ക്രിസ്തുവിന്. അപ്പോൾ യാഹ്വേ എന്ന വാക്ക് പുതിയ നിയമത്തിൽ ആർക്ക് റെഫർ ചെയ്തിരിക്കുന്നതാണ്? യേശു ക്രിസ്തുവിനുള്ളത്. ഇതെല്ലാം ഞാൻ പറഞ്ഞു വരുന്നത്, അപ്പോൾ ഉൽപ്പത്തിയുടെ പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 14-15 വാക്യങ്ങൾ മുൾപ്പടൽപ്പ് പ്രത്യക്ഷനായ യഹോവ അല്ലെങ്കിൽ യാഹ്വേ തൻ്റെ ശാശ്വത നാമമായിട്ട് ഇസ്രായേൽ മക്കളെന്ന് പറയുമ്പോൾ അവിടെ 3 സ്പെസിഫിക് പേര് പറഞ്ഞിട്ടുണ്ട്. അബ്രാഹാമിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമായ യഹോവ. എന്നാൽ ഇതേ കാര്യം തന്നെ മുസ്ലിമുകളുടെ ഖുറാനിലെടുത്ത് കോട്ട് ചെയ്തിട്ടുണ്ട്. അവിടെ നമുക്ക് ഈ ടെക്സ്റ്റൽ ക്രിറ്റിസിസും റിഡാക്ഷൻ ക്രിറ്റിസിസും കൂടി ചേർന്ന് വരുന്നത് എങ്ങനെയാണെന്നൊന്ന് പരിശോധിക്കാം. എങ്ങനെയാണ് ജനത്തെ വഞ്ചിക്കുന്നത് സ്പെസിഫിക് ആയിട്ട് മനസ്സിലാക്കാം. ഇവിടെ യാഹ്വേ എന്ന് വേക്കെന്ന് പറയുമ്പോൾ ഗോഡ് ഓഫ് യുവർ ഫാദേഴ്സ് എന്നിട്ട് പറഞ്ഞ് സ്പെസിഫിക് ആയിട്ട് പറയുകയാണ് ദ ഗോഡ് ഓഫ് അബ്രഹാം, ദ ഗോഡ് ഓഫ് ഐസക് ആൻഡ് ദ ഗോഡ് ഓഫ് ജേക്കബ് എന്ന് പറഞ്ഞാൽ, അത് ഖുറാനിൽ പറഞ്ഞു കഴിഞ്ഞാൽ എന്നാൽ നിങ്ങളെന്താ ഇസ്രായേലിനെ അംഗീകരിക്കാത്തൊരു ക്വസ്റ്റ്യൻ വരും. ഇതെല്ലാം ഫാബ്രിക്കേറ്റ് ചെയ്യുമ്പോൾ പല സ്ഥലങ്ങളിലും അല്പം ബുദ്ധി നഷ്ടപ്പെടും. എന്നാൽ വളരെ കൃത്യമായിട്ടത് മാനുസ്ക്രിപ്റ്റിൽ കൂടെ കണ്ടുപിടിക്കാൻ സാധിക്കും. ഓക്കെ, അങ്ങനെ നമുക്ക് വരുമ്പോൾ ഇനി എവിടെയെല്ലാം യേശു ക്രിസ്തു ഈ കാര്യങ്ങൾ ക്ലെയിം ചെയ്തിട്ടുള്ള കാര്യത്തിലേക്ക് വരാൻ പോവാണ്. യോഹന്നാൻ എഴുതിയ സുവിശേഷം അതിന് മുമ്പ് തന്നെയായിട്ട് സ്തോത്രം, യോഹന്നാൻ എഴുതിയ സുവിശേഷം 8-ാം അധ്യായത്തിൻ്റെ 58-ാം വാക്യത്തിൽ അത് യഹൂദന്മാരുമായിട്ടുള്ള ഒരു ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുമ്പോൾ നിനക്ക് 50 വയസ്സ് പോലും ആയിട്ടില്ല, നീ അബ്രാഹാമിനെ അറിയുമോ എന്ന് ചോദിക്കുമ്പോൾ പറയാണ് യേശു അവരോട് ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, അബ്രാഹാം ജനിച്ചതിന് മുമ്പേ ഞാനുണ്ട്. അതിന് ഇംഗ്ലീഷ് വായിക്കുകയാണെങ്കിൽ ബിഫോർ അബ്രാഹാം ഐ ആം. അപ്പോൾ യാഹ്വേ എന്നതിൻ്റെ ഇംഗ്ലീഷ് വേർഡ് ഐ ആം എന്നുള്ളതിന് യേശു ക്രിസ്തു ഉപയോഗിച്ചിരിക്കുന്നതാണ് ബിഫോർ അബ്രാഹാം വാസ് ഐ ആം. പെട്ടെന്ന് നമ്മൾ വായിക്കുമ്പോൾ അത് ഗ്രാമർ ഒരു പ്രയോഗമാണെന്ന് തെറ്റിദ്ധരിച്ചു പോകും. പക്ഷേ അവിടെ സ്പെസിഫിക് ആയിട്ട് പറയുന്നത് യാഹ്വേ എന്ന പദമാണ്. അനേക സ്ഥലങ്ങൾ ഉപയോഗിച്ചിട്ട് നമ്മൾ പഠിക്കും. യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായത്തിൻ്റെ 19-ാം വാക്യത്തിൽ അവൻ വായിക്കുകയാണ്, ഇത് സംഭവിക്കുമ്പോൾ ഞാൻ തന്നെ ഐ ആം ഹു ഐ ആം എന്നാണെങ്കിൽ എ സ്റ്റേറ്റ്മെൻറ്റ് ദാറ്റ് ലിങ്ക്സ് ഹിം ടു ദ ഡിവൈൻ നെയിം ഗിവൺ ടു മോസസ്.
പുറപ്പാട് പുസ്തകം 14 അധ്യായത്തിന് 3 14-15 വാക്യങ്ങൾ കൊടുത്തിരിക്കുന്ന കാര്യം വളരെ ശ്രദ്ധയോടെ കേട്ടാലേ നിങ്ങൾക്കിത് മനസ്സിലാകുകയുള്ളൂ. യേശുവിടെ ക്ലെയിം ചെയ്യുന്നത്. ദെൻ യോഹന്നാൻ എഴുതിയ സുവിശേഷം 8 അധ്യായത്തിൻ്റെ 24-28 വാക്യങ്ങളിൽ അവൻ ക്ലെയിം ചെയ്യുന്നത്, I said therefore unto you that ye shall die in your sins, for if ye believe not that I am he, ye shall die in your sins. ആകയാൽ നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കുമെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു. ഞാൻ അങ്ങനെയുള്ളവനെന്ന് വിശ്വസിക്കുക, ഞാൻ നിങ്ങളുടെ പാപങ്ങളിൽ നിങ്ങൾ മരിക്കും എന്ന് പറഞ്ഞു. അടുത്തത് 28 വാക്യം. Then Jesus said unto them, when ye have lifted up the Son of Man, then shall ye know that I am he. I am വീണ്ടും യൂസ് ചെയ്തിരിക്കുകയാണ്. And that I do nothing of myself, but as my Father hath taught me, I speak these things. ആകയാൽ യേശു നിങ്ങൾ മനുഷ്യപുത്രനെ ഉയർത്തിയ ശേഷം ഞാൻ തന്നെ അവനെന്ന് ഞാൻ സ്വയമായിട്ടൊന്നും പറയാതെ പിതാവ് എനിക്ക് ഉപദേശിച്ചു തന്നതുപോലെ ഇത് സംസാരിക്കുന്നു എന്നും അറിയും. അടുത്തത് യെശയ്യാപ്രവചനത്തിൽ 48 അധ്യായത്തിൽ ഒരു വാക്യം എടുത്ത് പറയുന്നുണ്ട്, യാഹോവയുടെ റെഫറൻസ് ആയിട്ട്. ഞാൻ മലയാളത്തിൽ വായിക്കുന്നു, നിങ്ങൾ അടുത്ത് ചെന്ന് ഇത് കേൾപ്പീൻ. ഞാൻ ആദ്യം മുതൽ രഹസ്യത്തിലല്ല പ്രസ്താവിച്ചിട്ടുള്ളത്, അതിൻ്റെ ഉത്ഭവകാലം മുതൽ ഞാൻ അവിടെ ഉണ്ട്. ഇപ്പോഴോ യഹോവയെ കർത്താവ് എന്നെയും തൻ്റെ ആത്മാവിനെയും അയച്ചിരിക്കുന്നു. ഇംഗ്ലീഷിലാണെങ്കിൽ കം എ, ഞാനിത് KJV എന്ന് വായിക്കാൻ കാരണം KJVയിലാണ് കുറച്ചും കൂടി സ്പെസിഫിക് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. കം എ നിയർ unto me, hear ye this, I have not spoken in secret from the beginning, from the time that it was, there am I, and now the Lord God and his Spirit has sent me. അവിടെ സ്പെസിഫിക് ആയിട്ട് പ്രയോഗം ഉപയോഗിച്ചിരിക്കുകയാണ്. ഇനി ഫിലിപ്പിയ ലേഖനത്തിൽ അതിശ്രേഷ്ഠമായിട്ടൊരു പ്രയോഗം ഉപയോഗിച്ചിരിക്കുന്നത് മലയാളത്തിൽ വായിക്കുക. അതുകൊണ്ട് ദൈവം അവനെ ഏറ്റവും ഉയർത്തി സകല നാമത്തിലും മേലായ നാമേ. അതേത് നാമ? യാഹ്വേ. അപ്പോൾ യേശുവിന് ഫിലിപ്പിയൻ ലേഖനം 2 അധ്യായത്തിൻ്റെ അവിടുന്ന് 2 അധ്യായത്തിന് 5 വാക്യം തുടങ്ങി വായിക്കുമ്പോൾ തന്നെ താഴ്ത്തി ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി തീർന്നു. അതുകൊണ്ട് ദൈവം അവനെ ഏറ്റവും ഉയർത്തി സകല നാമത്തിലും മേലായ നാമം നൽകി. ആ നാമമാണ് മോശയ്ക്ക് മുൾപ്പടർപ്പിൽ പ്രത്യക്ഷപ്പെട്ടത്. പറഞ്ഞു വരാൻ പോകുന്നത്, മോശയ്ക്ക് മുൾപ്പടർപ്പിൽ പ്രത്യക്ഷപ്പെട്ടവൻ തന്നെയാണ് ഈ യേശുവായിട്ട് വന്നതെന്നാണ് ശരിക്കും മനസ്സിലാക്കേണ്ടത്. നമുക്ക് അനേക വാക്യങ്ങൾ കൂടെ മനസ്സിലാക്കും. അപ്പോൾ ഈ സമയത്ത് താൻ ക്രൂശിൽ, അതായത് അനുസരണമുള്ളവനായി ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി എന്ന് പറയുമ്പോൾ എന്നിട്ട് പറയാണ്, അതുകൊണ്ട് ദൈവം അവനെ ഏറ്റവും ഉയർത്തി സകല നാമത്തിലും മേലായ നാമം നൽകി, അതായത് യാഹ്വേ എന്ന നാമം നൽകി. ഇനി സമ്മറിയിൽ പറയുന്നത്, ജീസസ് ക്ലെയിം ടു ബി യാഹ്വേ ത്രൂ ദ സ്പെസിഫിക് യൂസ് ഓഫ് ഐ ആം എന്ന് പലയിടത്ത് ഉപയോഗിച്ചുകൊണ്ട് യേശു ക്രിസ്തു ക്ലെയിം ചെയ്യുന്നത്. നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? യേശു എവിടെയെങ്കിലും ദൈവമെന്ന് ക്ലെയിം ചെയ്തിട്ടുണ്ടോ? അപ്പോൾ ഇതെല്ലാം ശരിക്കും മനസ്സിലാക്കാതെ ആ സ്പെസിഫിക് വേർഡ് യേശു എവിടെ ദൈവമെന്ന്, ഞാൻ ദൈവമാകുന്നു എന്ന് എവിടെയും ക്ലെയിം ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ പെട്ടെന്ന് നമുക്കൊരു ആൻസർ ഉണ്ടാവില്ല. എന്നാൽ ഇപ്പം നമുക്ക് പരിശോധിപ്പോൾ മനസ്സിലായല്ലോ, പ്രൊഫറ്റിക്കലായിട്ട് എത്രയോ സ്ഥലങ്ങൾ പറഞ്ഞിരിക്കുന്നു. ഇനി യേശു തന്നെ ഭൂമിയിൽ വന്നിരിക്കുന്ന സമയത്ത് എത്രയോ സ്ഥലങ്ങൾ കേൾപ്പിച്ചിരിക്കുന്നു. ഇനി അപ്പസ്തോലന്മാർ പരിശുദ്ധാത്മാവിലെ ലേഖനങ്ങൾ എഴുതിയപ്പോൾ ഫിലിപ്പിയർക്കെതിരെ ലേഖനത്തിൻ്റെ 9 വാക്യത്തിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? അതുകൊണ്ട് ദൈവം അവനെ ഏറ്റവും ഉയർത്തി സകല നാമത്തിലുമായ മേലായ നാമം നൽകി. ആ നാമമാണ് യാഹ്വേ. അപ്പോൾ മോശയ്ക്ക് മുൾപ്പടർപ്പിൽ പ്രത്യക്ഷപ്പെട്ടവൻ തന്നെയാണ് ഈ യേശു എന്ന് മനസ്സിലാക്കാം. ഇനിയും അനേക പ്രൂഫുകളുണ്ട്. ഇനി ഈ കാര്യം ഖുറാനിൽ എടുത്തിരിക്കുകയാണ്. അതായത് മോശയ്ക്ക് മുൾപ്പടർപ്പിൽ പ്രത്യക്ഷപ്പെട്ട ആ സംഭവത്തെ ഖുറാനിൽ എടുത്തുകൊണ്ട് പറയുന്ന സ്റ്റോറീസിൽ ബുക്കിൽ 28 അധ്യായത്തിന് 29 തുടങ്ങി 32 വരെ വാക്യങ്ങൾ ഞാൻ അറബിക്കിലും അതിൻ്റെ ട്രാൻസ്ലിട്രേഷനിലും അതിൻ്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനിലും വായിക്കുകയാണ്. 29 വാക്യം ഇങ്ങനെ വായിക്കുന്നത്, when Moses had completed the term and was traveling with his family, he spotted a fire on the side of the Mount Thor. അവിടെ എത്തിക്കുന്ന മൗണ്ട് തോർ എന്നാണ്. He said to his family, stay here, for I have spotted a fire
Perhaps from there I can bring you some direction or a torch from the fire so that you may use fire so you may warm yourself. തലതിരിച്ച് കണ്ടോ? അപ്പോസ്തല പ്രവൃത്തിയിൽ സെഫാനോസ് ഈ കാര്യം എടുത്തു പറയുന്നുണ്ട്. സെഫാനോസിന് ആത്മാവിൽ പ്രസംഗിച്ചത് കൊണ്ട് മറവിയൊന്നും വന്നില്ല. ടേൺ ചെയ്ത് നോക്കണം. ഇനി 30-ാം വാക്യം. But when he come to it, he was called from the bush in the sacred ground. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് സാക്രഡ് ഗ്രൗണ്ട് എന്നാണ്. എന്നാൽ പുറപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ ആ സംഭാഷണത്തിൽ പറഞ്ഞിരിക്കുന്നതാണ്, നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധ ഭൂമിയാകിയാൽ. ഇനി ഇവിടെ തന്നെ പറഞ്ഞിരിക്കുന്നതാണ് സാക്രഡ് ഗ്രൗണ്ട്. ക്യാൻ എ ഗ്രൗണ്ട് ബി സാക്രഡ് അല്ലെങ്കിൽ ഹോളി വിത്തൗട്ട് ദ പ്രസൻസ് ഓഫ് ഹോളി ഗോഡ്? പരിശുദ്ധനായ ദൈവത്തിൻ്റെ പ്രസൻസിനെ കൂടാതെ ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റിനോ ഒരു വ്യക്തിക്കോ വിശുദ്ധനാകാൻ സാധിക്കുമോ? നിങ്ങളുടെ കോമൺ സെൻസ് എന്താ പറയുന്നത്? ഇവരുടെ വാക്യത്തിൽ തന്നെ പറയും, ഫ്രം ദ ബുഷ് ഇൻ ദ സാക്രഡ് ഗ്രൗണ്ട് ടു ദ റൈറ്റ് സൈഡ് ഓഫ് ദി വാലി ഓ മോസസ്. പറയുന്നത് ശ്രദ്ധിക്കണം. ഇറ്റ് ഈസ് ട്രൂലി ഐ ആം അള്ളാ. അവിടെ പറഞ്ഞിരിക്കുന്നതാണ്, നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധ ഭൂമിയായ നിന്റെ കാലിലെ ചെരുപ്പഴിച്ച് കളയാനാണ് പറയുന്നത്. അതിനൊന്ന് ടെസ്റ്റ് ചെയ്യാൻ അവർക്കറിയാം. വിശുദ്ധ ഭൂമിയായി കാലിൽ ചെരുപ്പഴിച്ച് കളയാന്ന് പറഞ്ഞാൽ ആൻഷ്യൻ ടൈമിൽ, അതായത് ഇസ്മായിലൈറ്റ്സോ അല്ലെങ്കിൽ ഹഗ്രിയൻസോ ഇസ്മായിലെ തലമുറകളൊക്കെ തന്നെ അബ്രഹാമിൻ്റെ ദൈവത്തെ അംഗീകരിക്കുന്നവരാ. പക്ഷേ ഇസാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവം എന്ന് പറയില്ല. അവിടെയൊക്കെ തന്നെ ദൈവത്തിൻ്റെ പ്രസൻസിൽ ചെല്ലുമ്പോൾ കാലിലെ ചെരുപ്പഴിക്കും. നമ്മുടെ ഹിന്ദു സമുദായമായിക്കോട്ടെ എല്ലാവരും ആയിക്കോട്ടെ, പ്രത്യേകിച്ച് ബ്രാഹ്മണന്മാർ ജൈൻ മതക്കാരൊക്കെയും കുളിച്ച് നീരോടുകൂടത്തെയാണ് അമ്പലത്തിൽ പ്രവേശിക്കുക. അപ്പോൾ കാലിലെ ചെരുപ്പ്, വിശുദ്ധ സ്ഥലത്ത് കാലിലെ ചെരുപ്പ് അഴിച്ച് കളയുക എന്നുള്ളതൊരു കഷ്ടമാണ്. അപ്പോൾ വിശുദ്ധ ഭൂമിയാകിയാൽ കാലിലെ ചെരുപ്പ് അഴിച്ച് കളയെന്ന് പറഞ്ഞാൽ മോശയ്ക്ക് പ്രത്യക്ഷപ്പെട്ടവൻ വിശുദ്ധനാണ്, അവൻ തന്നെയാണ് യേശു എന്ന് പലയിടത്തും ബൈബിളിൽ റെഫർ ചെയ്യുന്നത് കൊണ്ട് ഇതിനെ അങ്ങ് ടെസ്റ്റ് ചെയ്യണം. അപ്പം എൻ്റെ കാലിൽ ചെരുപ്പ് അഴിച്ച് കളയുന്ന കാര്യം അവിടെ എഴുതിയില്ല. ഇനി 31-ാം വാക്യം. നൗ ത്രോ ഡൗൺ യുവർ സ്റ്റഫ്. എന്താ? വടി പാമ്പിനെ ആക്കുന്ന കാര്യം പറയുന്നത്. ബട്ട് വെൻ ഹി സോ ഇറ്റ് സ്ലിത്തറിങ് ലൈക്ക് എ സ്നേക്ക് ഹി റൺ അവേ വിത്തൗട്ട് ലുക്കിംഗ് ബാക്ക്. Allah reassured him, O Moses, draw near and have no fear, you are perfectly secure. ഇപ്പം ഇടയ്ക്ക് എന്തായി? വേറെ സംഭാഷണങ്ങളൊക്കെ അങ്ങ് മാറ്റി. 32-ാം വാക്യം. Now put your hand through the opening of your collar, it will come out shining white, unblemished, and cross your arms tightly to calm your fears. These are two proofs from your Lord to Pharaoh and his chiefs. They have truly been a rebellious people. അപ്പം എന്താ? ബൈബിളിൽ കുഷ്ഠത്തെ പാപത്തെയായിട്ട് കണക്കിടുന്നത്. ഇവിടെ കുഷ്ഠത്തിൻ്റെ കാര്യം പറഞ്ഞില്ല. എത്രമാത്രം ട്വിസ്റ്റിങ് ഈ 4 വാക്യത്തിൽ എടുത്ത് നോക്കണം. ഇതെല്ലാം കോപ്പി ചെയ്തത് ഓൾഡ് ടെസ്റ്റ്മെൻറ്റിൽ തന്നെയാണ് കോപ്പി ചെയ്തത്. അതിനടുത്ത് വരുന്ന ക്ലാസ്സുകളിൽ എങ്ങനെയാണ് ഖുർആൻ ഫോം ചെയ്തതിനെ കുറിച്ച് കൊണ്ട് വിവരിക്കുമ്പോൾ നിങ്ങൾ വ്യക്തമാക്കി മനസ്സിലാക്കി തരാം. ഇത് വെറുതെ എടുക്കുന്നതല്ല, മാനുസ്ക്രിപ്റ്റേഴ്സ് എവിഡൻസിൽ കൂടെ തന്നെയാണ് പറയുന്നത്. ഇനി നമുക്കിത് ഈ റിഡാക്ഷൻ എങ്ങനെ സംഭവിച്ചു എന്നതിനെക്കുറിച്ചൊന്ന് ചിന്തിച്ച് നോക്കാം. ഇത് എടുത്തിരിക്കുന്നത് ഹീബ്രു ബൈബിളിൻ്റെ മാനുസ്ക്രിപ്റ്റ് എന്ന് എടുത്തിരിക്കുന്നതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്യാം. എക്സോഡസ് 3:5 പറഞ്ഞിരിക്കുന്നത്, ഫ്രം ദ ഒറിജിനൽ ഹീബ്രു ടെക്സ്റ്റ്, Masoretic text, and an English translation is provided now. This text is derived from the fundamental manuscripts of the Hebrew Bible. Okay, അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഹീബ്രു അതിൻ്റെ ട്രാൻസ്ലിറ്ററേഷൻ എഴുതിയിട്ടുണ്ട്. റൈറ്റ് സൈഡിൽ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ബേസ്ഡ് ഓൺ ദി Masoretic text. And he said, do not come near, remove your sandals from your feet, for the place on which you stand is holy ground. Remove your sandals from your feet എന്ന് പറഞ്ഞാൽ ആൻഷ്യൻ ടൈം തുടങ്ങി തന്നെ ഇസ്മായിലിൻ്റെ ഗോത്രങ്ങൾ തന്നെ പല ഗോത്രങ്ങളുണ്ട്. അവിടെ ഇസ്മായിലൈറ്റ്സ് ഉണ്ട്, ഹഗ്രിയൻസ് ഉണ്ട്,
അങ്ങനെ കെതൂരയുടെ കൂട്ടത്തിലുണ്ട്, പല പല സെക്റ്റുകളായിട്ട് വിഭജിച്ചിരുന്നു. ഇവരെല്ലാം തന്നെ ഹോളി പ്ലേസ്, ഇവർ ഹിന്ദുസം എന്ന കാലത്തുണ്ടായിരുന്നു ഇന്ത്യയിൽ ആരംഭിച്ചത്. ഹോളി പ്ലേസിൽ നിൽക്കുമ്പോൾ കാലിലെ ചെരുപ്പ് അഴിക്കുക എന്നുള്ളത് ആ സാക്രഡ് പ്ലേസിനെ ഭവ്യതയോടുകൂടെ കാണുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ ഇതെല്ലാം ശരിക്കും അറിഞ്ഞിട്ട് തന്നെയാണ്, ഇത് മാനുസ്ക്രിപ്റ്റ് എന്നുള്ള കാര്യമാണ്. ഡെലിബറേറ്റായിട്ട് ആ വാക്കുകളെ അങ്ങ് ട്വിസ്റ്റ് ചെയ്ത് കളഞ്ഞു. This verse is part of the narrative of the burning bush where God, the Lord, appears to Moses in a flame of fire from within the thorn of bush, Mount Horeb, the mount of God. God instructs Moses to take off his sandals as a sign of respect, for the ground is holy. This is a pivotal moment where God reveals himself to Moses and commissions him to lead the Israelites out of slavery in Egypt. ഇനി ഈ കാര്യം സ്റ്റെഫാനോസ് പ്രസംഗിക്കുമ്പോൾ കോട്ട് ചെയ്യുന്ന എങ്ങനെയാണ്? ഞാൻ മലയാളത്തിൽ വായിക്കുന്നു. 40 ആണ്ട് കഴിഞ്ഞപ്പോൾ സീനായ് മലയുടെ മരുഭൂമിയിൽ ഒരു ദൈവദൂതൻ മുൾപ്പടപ്പിൽ അഗ്നിജ്വാലി അവന് പ്രത്യക്ഷനായി. മോശ ആ ദർശനം കണ്ട് ആശ്ചര്യപ്പെട്ടു സൂക്ഷിച്ചു നോക്കുവാൻ അടുത്ത് ചെല്ലുമ്പോൾ, ഞാൻ നിന്റെ പിതാക്കന്മാരുടെ ദൈവമായി അബ്രാഹാമിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമാകുന്നു എന്ന് കർത്താവിൻ്റെ ശബ്ദം കേട്ടു. ഖുറാനിൽ കോട്ട് ചെയ്തപ്പോൾ ഈ വാക്യങ്ങൾ അവോയ്ഡ് ചെയ്തു. അബ്രാഹാമിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവം. പുറപ്പാട് പുസ്തകത്തിൽ വളരെ സ്പെസിഫിക് ആയിട്ട് പറയുന്നുണ്ട്, God of Abraham, God of Isaac and God of Jacob. ഓക്കെ, മോശ വിറച്ചിട്ട് നോക്കുവാൻ തുനിഞ്ഞില്ല. കർത്താവ് അവനോട്, നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധ ഭൂമിയായ കാലിൽ നിന്ന് ചെരുപ്പ് ഊരിക്കളയുക. ഇതും ഖുറാനിൽ എടുത്തു കളഞ്ഞു. മിസ്രൈമിൽ എൻ്റെ ജനത്തിൻ്റെ പീഡ ഞാൻ കണ്ടു അവിടെ ഞരക്കവും കേട്ടു. അവർ വെടിവെപ്പാൻ ഇറങ്ങി വന്നിരിക്കുന്നു. ഇപ്പോൾ വരിക, ഞാൻ നിന്നെ മിസ്രൈമിലേക്ക് അയക്കുമെന്ന് പറഞ്ഞു. പിന്നെ നിന്നെ അധികാരിയും ന്യായകർത്താവുമാക്കിയതാ എന്നിങ്ങനെ അവർ തള്ളിപ്പറഞ്ഞ ഈ മോശയെ ദൈവം മുൾപ്പടർപ്പി പ്രത്യക്ഷനായ ദൂതൻ മുഖാന്തരം അധികാരിയും വീണ്ടെടുപ്പുകാരനുമാക്കി വെച്ചു. അപ്പോൾ ഇവിടെ പറയും ഏഞ്ചൽ ഓഫ് ഗോഡ് ആണെന്ന് അവർ പറയും. എവിടെയെങ്കിലും ഒരു സ്വർഗീയ പ്രതിഭ ഭൂമിയിൽ വെളിപ്പെട്ടിട്ട് അവനെ നമസ്കരിക്കുന്നു, സ്വീകരിക്കുന്നുവെങ്കിൽ അതൊക്കെ തന്നെ നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു തന്നെയാണ്, അല്ലെ മശീഹ തന്നെയാണ്, അല്ലെ പഴയ നിയമത്തിലാണ് യാഹ്വേ തന്നെ. മോശയ്ക്ക് മുൾപ്പടർപ്പിൽ പ്രത്യക്ഷപ്പെട്ടവൻ, അവൻ നിൽക്കുന്ന സ്ഥലം വിശുദ്ധ ഭൂമിയാകണമെങ്കിൽ ഈസ് ദ ഹോളി വൺ, ഈസ് ദ ലോർഡ്, അവൻ മാത്രമേ പരിശുദ്ധനുള്ളൂ. ഈ വാക്ക് വളരെ സൂക്ഷിക്കണം. അവൻ മാത്രമേ പരിശുദ്ധനുള്ളൂ. അവൻ തന്നെയാണ് യേശു എന്നും അവൻ തന്നെയാണ് മുൾപ്പടർപ്പിൽ പ്രത്യക്ഷപ്പെട്ടതെന്നും ഇനി ശ്രേഷ്ഠമായ ഒരു കാര്യം ചിന്തിക്കാനുണ്ട് നമുക്ക്. അതാണ് മത്തായി സുവിശേഷം 26-ാം അധ്യായത്തിൻ്റെ 64-ാം വാക്യം. മഹാപുരോഹിതന് മുമ്പിൽ ന്യായവിസ്താര സഭയിൽ നിൽക്കുമ്പോൾ, അതായത് ഗെത്സമനിൽ അവനെ അറസ്റ്റ് ചെയ്ത് മഹാപുരോഹിതൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ, മഹാപുരോഹിതൻ അവരോട് പല സാക്ഷ്യങ്ങളും കള്ളസാക്ഷികളും കൊണ്ടൊന്നും ഒക്കുന്നില്ല. അപ്പം മഹാപുരോഹിതൻ ആണയിട്ടുകൊണ്ട് അവരോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു തന്നെയൊന്ന് ചോദിക്കുമ്പോൾ അവിടെ പറയുന്ന വാക്ക് ഞാൻ ആകുന്നു. ഐ ആം, ദാറ്റ് റെഫറിങ് ടു യാഹ്വേ. ഇപ്പം മനസ്സിലാവുന്നുണ്ടോ? മോശയ്ക്ക് മുൾപ്പടർപ്പിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ, വിശ്വാസികൾ നിങ്ങൾ മനസ്സിലാക്കണം, മോശയ്ക്ക് മുൾപ്പടർപ്പിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ മോശയോട് പറഞ്ഞതാണ്, നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധ ഭൂമിയാകിയ കാലിലെ ചെരുപ്പഴിച്ച് കളയുക. അതേ ദൈവം തന്നെ, അത്രയും പരിശുദ്ധനായവൻ, എൻ്റെ നിന്റെ പാപത്തിന് ശിക്ഷ വഹിക്കുവാൻ മഹാപുരോഹിതന്റെ മുമ്പിൽ, തൻ്റെ സൃഷ്ടിയായിരുന്ന മഹാപുരോഹിതന്റെ മുമ്പിൽ, തന്നെ റെപ്രസെന്റ് ചെയ്യുന്ന മഹാപുരോഹിതന്റെ മുമ്പിൽ നിൽക്കുന്ന ലക്ഷ്യം, അവൻ നിൽക്കുന്നതിൻ്റെ ലക്ഷ്യം എന്നെയും നിന്നെ രക്ഷിക്കുവാനെന്നുകൊണ്ട് അവൻ അവിടെ ക്ലെയിം ചെയ്യുന്നത്, യെസ് ഞാൻ തന്നെയാണ്, പക്ഷേ ഐ ജസ്റ്റ് സബ്മിറ്റ്. എന്തിനാ? മാനവജാതിയുടെ പാപം വഹിക്കുവാൻ. അതാണ് 2 Corinthians chapter 5 21 വേഴ്സിൽ എഴുതിയിരിക്കുന്നത്, പാപം അറിയാത്തവനെ നാം അവനിൽ ദൈവത്തിന്റെ നീതിയാകേണ്ടതിന് പാപമാക്കി. He became the sin. ക്രൂശിൽ കിടക്കുന്നത് ദൈവപുത്രനല്ല, മനുഷ്യപുത്രനല്ല, ഇമ്മാനുവേലല്ല, വീരനാം ദൈവമല്ല, സിൻ. The sin, the power of sin entered in the humanity. അതിൻ്റെ മേലാണ് ദൈവം തൻ്റെ ക്രോധാഗ്നി അയക്കുന്നത്, തൻ്റെ പുത്രൻ്റെ മേൽ.
എൻ്റെയും നിൻ്റെ മേൽ വരേണ്ടത് ക്രോധാഗ്നി. ആ ശിക്ഷ നടത്തിയിട്ട് സ്വമേധ ഏറ്റെടുത്തുകൊണ്ട് നിന്നെ സ്നേഹിക്കുന്നവൻ, കേൾക്കുന്നവൻ ഒരു പക്ഷെ വിശ്വാസി ക്രിസ്ത്യനായിരിക്കാം, ഒരു പക്ഷെ മുസ്ലിം സഹോദരന്മാരായിരിക്കാം. ഇവിടെ ഞാൻ പ്രസംഗിക്കുന്നത് ക്രിസ്ത്യാനികളുടെ ദൈവത്തെയല്ല, മാനവജാതിയുടെ സൃഷ്ടിതാവും മാനവജാതിയുടെ പാപപരിഹാരത്തിനു വേണ്ടി അറ്റോൺമെന്റ് സ്വമേധ നിനക്ക് വേണ്ടി നടത്തിയെടുത്ത നിന്റെ ദൈവത്തെയാണ് ഞാൻ പ്രസിദ്ധീകരിക്കുന്നത്, ക്രിസ്ത്യാനികളുടെ ദൈവത്തെയല്ല. ക്രിസ്തു ഒരു മതം സ്ഥാപിക്കാൻ വേണ്ടി വന്നതല്ല. പാപികളും ദോഷികളും പാപത്തിന്റെ അടിമത്തിൽ കിടക്കുന്ന പാപിയെ രക്ഷിക്ക് ദൈവത്തോട് നിരപ്പിക്കുവാൻ വേണ്ടി. There is no other way but only Jesus. ഒരു അറ്റോൺമെന്റ് കൂടാതെ ദൈവത്തിന് മനുഷ്യന്റെ പാപത്തെ ക്ഷമിക്കാൻ സാധ്യമല്ലെന്ന്, അഥവാ ക്ഷമിച്ചാൽ പിന്നെ അവൻ ദൈവമല്ലെന്ന് ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ വളരെ വ്യക്തമായിട്ട് പറയുകയുണ്ടായിരുന്നു. ബിക്കോസ് ദൈവം നീതിമാനാണ്. തൻ്റെ വായന്ന് പുറപ്പെടുന്നതിന് ഭേദഗതി വരുത്തുന്നവനല്ല. ഭേദഗതി വരുത്തിയാൽ ഒരു പ്രോപ്പർ അറ്റോൺമെന്റ് കൂടാതെ, ഡിവൈൻ ജസ്റ്റിസിന് സാറ്റിസ്ഫാക്ഷൻ വരുന്ന വിധത്തിൽ ഒരു പ്രോപ്പർ അറ്റോൺമെന്റ് കൂടാതെ മാനവജാതിയുടെ പാപം ക്ഷമിച്ചാൽ പിന്നെ അവൻ ദൈവമല്ല, അവൻ്റെ ഗവൺമെൻറ് നിലനിൽക്കുകയില്ല. അപ്പോൾ ഇവിടെ വളരെ വ്യക്തമായിട്ട് മഹാപുരോഹിതൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ തൻ്റെ സൃഷ്ടിയുടെ മുമ്പിൽ തന്നെ സബ്മിറ്റ് ചെയ്യാണ്. യെസ്, ആ യാഗവെ തന്നെയാണ് ഞാൻ. നിനക്ക് വേണ്ടി ചെയ്ത ആ ത്യാഗം എത്ര വലുതാന്ന് നോക്കണം. സോ അത് ക്രൂശിലൊരു ശാരീരികമായ മരണമല്ല. മതവിഭാഗങ്ങളിൽ സ്ഥാപിക്കുവാൻ അനേകർ ശാരീരികമായ മരണമേറ്റിട്ടുണ്ട്. പക്ഷെ തൻ്റെ പ്രാണനും ആത്മാവും പാതാളത്തിൽ പോയി ശിക്ഷ അനുഭവിച്ച ഒരേ ഒരു വ്യക്തിത്വം മാത്രമേ ഉള്ളൂ, നസ്രായനായ യേശു ക്രിസ്തു. അവിടുന്ന് ഉയർത്തെഴുന്നേറ്റവൻ ഒരുവൻ മാത്രമേ ഉള്ളൂ, നസ്രായനായ യേശു ക്രിസ്തു. അത് ക്രിസ്ത്യാനികളുടെ ദൈവമല്ല, മാനവജാതിയുടെ സൃഷ്ടിതാവും അവൻ്റെ വീണ്ടെടുപ്പുകാരനായ ദൈവം തന്നെയാണ്. ഇത് മനസ്സിലാക്കാനാണ് ഇത്രയും മുമ്പിൽ നിൽക്കുന്നത്. ദൈവമേ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ.